ഇന്ന് ഞാൻ 24 hours എൻ്റെ റൂമിനകത്ത് ഒരു ജയിൽ പുള്ളിയെ പോലെ കഴിയാൻ പോവാണ് സുഹൃത്തുക്കളെ. നിയമം ഇതാണ്, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആരോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഞാൻ 24 മണിക്കൂർ എൻ്റെ റൂമിൽ മാത്രം ഇരിക്കണം. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും സ്പിൻ്റെ വീല് കറക്കിയിട്ട് അതിനകത്ത് കിട്ടുന്ന മാരകമായ ചലഞ്ചസ് ചെയ്യണം. വാട്സ്ആപ്പ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് 24 hours അയ്യോ അപ്പം 24 മണിക്കൂർ ഞാൻ ഇതിനകത്ത് കഴിഞ്ഞു കൂടണം. ഇന്നത്തെ ചലഞ്ച് അതാണ്. അപ്പം ഇനി ഒരു 9 മണി വരെ, ഇപ്പോൾ 8 മണി അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. 9 മണി വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്ത് സമയം കളയണം. കിടന്നുറങ്ങാം, അല്ലാതെ ഇപ്പോൾ എന്തുവാ. ഈ സ്പിൻ്റെ വേലി ക്രിയേറ്റ് ആക്കിയ നമ്മുടെ കൂട്ടുകാരന്മാരാ ഫുള്ള് പണികൾ തന്നേക്കുന്നത്. സിറ്റ് ഓൺ ദ ഫ്ലോർ, നോ ബെഡ്, നോ ചെയർ ഫോർ നെക്സ്റ്റ് 1 hour. അപ്പോൾ അടുത്ത 1 മണിക്കൂറത്തേക്ക് എനിക്ക് കട്ടിലിൽ ഇരിക്കാൻ പറ്റത്തില്ല, കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല, തറയിലിരിക്കണം. അപ്പോൾ അടുത്ത 1 മണിക്കൂറത്തേക്ക് നമുക്ക് കട്ടിലില്ല. അങ്ങനെ നമ്മുടെ കട്ടിൽ പോയി. അങ്ങനെ ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ ഫുഡ് ആകത്തുള്ളത്. ഫുഡ് കിട്ടുക നമ്മുടെ എന്തോ കനത്തിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. ബൾക്ക് ചെയ്ത് നടക്കേണ്ട ഞാനിപ്പം ഏത്തപ്പഴം നിന്ന് ജീവിക്കുക. അങ്ങനെ അടുത്ത 2 മണിക്കൂർ തറയിൽ ഇരുന്നും കിടന്നും സമയം വെറുതെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 4 മണിക്കൂർ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്പിന്നിനുള്ള സമയമായി. വാൾ സിറ്റ് ഫോർ 5 minutes വിത്ത് സിലിണ്ടർ, നോ ബ്രേക്ക്. ചലഞ്ച് ഈസ് ചലഞ്ച്. ചലഞ്ച് പറഞ്ഞാൽ പിന്നെ ചെയ്യണമല്ലോ. ജയിലിലേക്ക് ഒരു പറ്റ തന്നിട്ടുണ്ട്. വാൾ സിറ്റ് 5 minutes ഇരിക്കണം നമ്മൾ. ഇങ്ങനെ നമ്മൾ 5 minutes ഇരിക്കണം. സമയം നോക്കട്ടെ. കാണുമ്പോഴത്തേക്കും ഭയങ്കര എളുപ്പമാണ് കേട്ടോ, പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ്. കാല് കിഴയ്ക്കും ഭയങ്കരമായിട്ട്. ഇത് എക്സ്ട്രീം ചലഞ്ച് ആയിപ്പോയി കേട്ടോ. ഞാൻ നല്ലോണം വിയർത്ത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വെറുതെ സിലിണ്ടർ എടുത്ത് മടി വെക്കണ്ട, വെറുതെ ഒന്ന് 5 minutes ഇങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ വേദന. കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. സമയത്രയായി. ഊരാൻ പറ്റിയില്ല, വീണേത്. ഓ അയ്യോ. സോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്തോ ഭാഗത്തിന് ചോറും കറിയും കിട്ടി. അത് കഴിഞ്ഞ് നേരെ അടുത്ത ചലഞ്ചിലേക്ക്. ഹിയർ MG Lab ഫോർ 1 hour. സ്പീക്കറിൽ MG ശ്രീകുമാറിൻ്റെ ചിരി 1 മണിക്കൂർ കേട്ടോണ്ടിരിക്കണം. 1 മണിക്കൂർ കേട്ടോണ്ടിരിക്കണം. നമുക്ക് സ്പിൻ ടിവിയിൽ കറക്കി കിട്ടിയെന്ന് വെച്ചാൽ MG ശ്രീകുമാറിൻ്റെ 1 മണിക്കൂർ, 1 hour ഓഫ് MG ശ്രീകുമാർ ലാഫിങ് പീസ്ഫുൾ റിലാക്സിങ് എന്ന യൂട്യൂബ് വീഡിയോ നമ്മൾ 1 മണിക്കൂർ നേരം കണ്ടുകൊണ്ടിരിക്കണം, അല്ല കേട്ടോണ്ടിരിക്കണം. ഭയങ്കര റിലാക്സിങ് ആണ് ഇത്. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സാധനം. നല്ല മൈൻഡ് പീസ്ഫുൾ ആകും. ഒടുവിൽ കിട്ടി 2x. പച്ചമുട്ട കൊണ്ട് എന്ത് ചെയ്യാനാ? പക്ഷെ ആ സമയത്ത് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ബുദ്ധി തോന്നി. പണ്ടേതോ റീലിൽ കണ്ടതാ. അതായത് പച്ചമുട്ട പൊട്ടിച്ച് പാത്രത്തിലാക്കിയിട്ട് ബൾബിന്റെ കീഴിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബൾബിന്റെ ചൂട് കൊണ്ട് ഇത് വേവും എന്നുള്ളത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനൊരു പരീക്ഷണം നടത്തി. ചാർജറിന്റെ വള്ളി പാത്രത്തിൽ കെട്ടിയിട്ട് നേരെ അത് ബൾബിൽ അങ്ങ് കെട്ടി തൂക്കി. പിന്നെ ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം സാധനം എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ആ റീലിൽ കണ്ട കണക്ക് റിയൽ ലൈഫിൽ നടക്കത്തില്ല എന്നുള്ളത്. മുട്ട കുറച്ചൊക്കെ വെന്ത്, പക്ഷെ തിന്നാൻ പറ്റുന്ന പരുവല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് വെറുതെ കുത്തിയിരുന്നു. അവിടെ 100 പുഷപ്പ് എടുക്കാനുള്ള ഒരു എന്നെ കൊണ്ട് വയ്യ. ഇനി 20 എണ്ണങ്ങളേ ഉള്ളൂ, 20 എണ്ണം കൂടെ. പക്ഷെ
അങ്ങനെ കൈയെല്ലാം നല്ല വേദന എടുക്കുന്നത്. ഇത് വന്നോടെ ഈസി. അങ്ങനെ 11 മണിക്കൂർ ആയപ്പോൾ തന്നെ ഞാൻ പതുക്കെ മടുത്തു തുടങ്ങി. ഒരു റൂമിനകത്ത് ആരോടും മിണ്ടാതെ, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ, ഒരു സോഷ്യൽ കോണ്ടാക്റ്റും ഇല്ലാതെ കഴിയുക എന്ന് പറയുന്ന അത്ര സിമ്പിൾ ടാസ്ക് അല്ലെന്ന് മനസ്സിലായി. ഇമോഷണലി ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആവും. ഞാൻ ഒരു ലോൺലെസ് സഹിക്കാൻ പറ്റാതെ ക്യാമറ ഓൺ ചെയ്ത് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വെരി ഹാർഡ്. വിചാരിച്ച കണക്കല്ല. അങ്ങനെ അടുത്ത ചാലഞ്ച് വരും വരെ ഞാൻ ക്യാമറ നോക്കി സംസാരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്കും അടുത്ത ചലഞ്ച് വന്നു, ഈറ്റ് എ ചില്ലി. പിന്നെ ഞാൻ അവിടെ നിന്ന് മുളക് കഴിച്ചു. പക്ഷെ ഒരു ഇമോഷൻസും ഇല്ലായിരുന്നു. അത്രയ്ക്കും ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. അത് പിന്നെ എത്രയൊക്കെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാലും എരി നിറയെ കയറി കഴിഞ്ഞാൽ ചുമച്ചു പോകും. ഇടിവെട്ടിയവൻ്റെ തലയെ പാമ്പ് കയറിയത് മുടി വെട്ടി എന്ന് പറഞ്ഞ കണക്ക് ഡിപ്രഷൻ അടിച്ച് ലോൺലെസ് അടിച്ചിരിക്കുന്ന സമയത്ത് മുളകോടെ കഴിച്ച് എരി നിറയെ കയറി ചുമച്ചൊരു വഴിയായി ഞാൻ. എങ്ങനെയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട്. പക്ഷെ ഇതൊരു ചലഞ്ചായിപ്പോയി. ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ടൈം എങ്ങനെയും കളയാൻ നോക്കി അടുത്ത ചലഞ്ച് വരും വരെ. അടുത്ത ചലഞ്ചും കൂടെ തീർന്നു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ മതി. എന്തോ ഭാഗ്യത്തിന് അടുത്ത ചലഞ്ച് ഒരു ഈസി വണ്ണായിരുന്നു, ഈറ്റ് എ ബനാന. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പഴം കഴിച്ച് രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ രാവിലെ 8 മണിയായപ്പോഴത്തേക്കും 24 hours in a റൂം കംപ്ലീറ്റ് ആയി. ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ഞാൻ ജീവിക്കുന്ന ലൈഫ് എത്ര സ്പെഷ്യലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. 24 hours ഒറ്റയ്ക്ക്, ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല, ഞാനും എൻ്റെ തോട്ട്സും മാത്രം. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഫ്രീഡം അല്ല, ഞാൻ മിസ് ചെയ്തത് ദ സ്മാൾ മൊമെന്റ്സ് വിത്ത് ദ പീപ്പിൾ ഐ ലവ്. യു ഡോണ്ട് റിയലൈസ് ഹൗ പ്രഷ്യസ് എ മൊമെന്റ് വാസ് until it becomes a memory.